അങ്ങനെ രോഹിത്തും മറ്റ് 3 പയ്യന്മാരും ചേർന്ന് ശരണ്യ എന്ന പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചെന്ന വാർത്ത നാട്ടിൽ മൊത്തം അറിഞ്ഞു കഴിഞ്ഞു. അതിൽ പിന്നെ വൈജയ്ക്കും ബാലേന്ദ്രനൊക്കെ ഒരുപാട് കോളുകൾ വരികയാണ്. ഈ ഒരു വിവരം അറിഞ്ഞപ്പോ തന്നെ ബാലേന്ദ്രന് നെഞ്ചുവേദന വരികയും ബാലേന്ദ്രൻ ഐസിയുലായിരിക്കും. അങ്ങനെ ബബിത വൈജയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മേ, രോഹിയേട്ടനെ പോലീസ് പിടിച്ചു. എന്താ മോളെ, രോഹിത്തിനെ പോലീസ് പിടിക്കേ? അതിനു മാത്രം അവൻ എന്ത് തെറ്റാ മോളെ ചെയ്തത് എന്നൊക്കെ വൈജ ചോദിക്കുമ്പോ ബബിത പറയുന്നുണ്ട്, രോഹിയേട്ടനും ഹരിയേട്ടനും മറ്റു 2 പേരും ചേർന്നോണ്ട് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ഇത് കേട്ടതും വൈജാകെ ഞെട്ടലോട് കൂടി നിൽക്കാണ്. എന്താ മോളെ നീ പറഞ്ഞത്? നമ്മുടെ രോഹിത്തോ? അതെ അമ്മേ, നമ്മുടെ രോഹിയേട്ടൻ തന്നെ എന്നൊക്കെ പറയുമ്പോ വൈജയുടെ പൊട്ടിക്കരഞ്ഞോണ്ട് ഫോൺ അങ്ങ് കട്ടാക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അതിരാവിലെ ആയപ്പോ വൈജ ഹോം നേഴ്സിന്റെ അടുത്തായിട്ട് പറയുന്നുണ്ട് ഇന്നത്തെ ന്യൂസ് പേപ്പർ വാങ്ങി വരാനായിട്ട്. അങ്ങനെ അവര് പത്രമൊക്കെ വാങ്ങി വരികയും വൈജ പത്രം വാങ്ങി നോക്കുമ്പോ മുൻ പേജിലെ വാർത്ത കണ്ട് വൈജ ഒന്ന് ഞെട്ടാണ്. കൂട്ട ബലാത്സംഗം, 4 യുവാക്കൾ അറസ്റ്റിൽ, 4 പേരുടെയും ഫോട്ടോ ഉണ്ടായിരിക്കും. അതില് രോഹിത്തിന്റെ ഫോട്ടോ കണ്ടതും ആകെ ഷോക്കായി വൈജങ് ഇല്ലാണ്ടായെന്ന് തന്നെ പറയാം. ഒരു നിമിഷം ഓരോ അക്ഷരങ്ങളും മങ്ങിയ പോലെയാണ് വൈജയ്ക്ക് കാണുന്നത്. എന്നിട്ട് ആ പത്രവാർത്ത വൈജ വായിക്കുമ്പോ വൈജ തളർത്തിയത് രോഹിത്തിന്റെ ഫോട്ടോയ്ക്ക് അടിയിലെ അടിക്കുറിപ്പായിരുന്നു. പാല ടൗണിലെ പ്രമുഖ വ്യവസായിയായിട്ടുള്ള ബാലേന്ദ്രന്റെയും വൈജയന്തിയുടെ മകനാണ് രോഹിത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പത്രവാർത്ത വൈജയെ കൂടുതൽ വിഷമത്തിലായെത്തി. പോരാത്തതിന് വൈജയന്തിയുടെ സഹോദരന്റെ മകൻ ഹരിയും ഇതിൽ കൂട്ടുപ്രതിയാണെന്നൊക്കെ നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വായിച്ച ശേഷം വൈജ പറയുന്നുണ്ട്, ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഇനി ആളുകളുടെ മുഖത്ത് പോലും എനിക്ക് നോക്കാൻ പറ്റില്ല. ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാക്കിയില്ലേ? ഇനി പുറത്തിറങ്ങുമ്പോഴൊക്കെ ആളുകൾ തന്നെ നോക്കി കാണുക. ആ കൂട്ടബലാത്സംഗ കേസിലെ പ്രതി രോഹിത്തിന്റെ അമ്മയല്ലേ അത് എന്നല്ലേ ആളുകളൊക്കെ പറയുകയുള്ളൂ. ഇനി തന്റെ സഹപാഠികൾക്ക് മുമ്പിൽ പോലും തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ഓർത്ത് വൈജ അവിടെ പൊട്ടിക്കരയാണ്. അങ്ങനെ വൈജയുടെ റൂമിന്റെ വാതിലിന്റെ അവിടെ ആളനക്കൊക്കെ കേൾക്കും. അപ്പൊ വൈജ ഒന്ന് എത്തി നോക്കുമ്പോ കുറച്ച് സ്ത്രീകളൊക്കെ വൈജയെ പരിഹാസഭാവത്തോടു കൂടി എത്തി നോക്കാണ്. ഒരു സ്ത്രീ അവൾക്ക് നേരെ വിരലൊക്കെ ചൂണ്ടി മറ്റു സ്ത്രീയോട് എന്തൊക്കെ പിറുപിറുക്കുന്നു. അവരൊക്കെ രാവിലത്തെ പത്രം വായിച്ചവരാണെന്ന് വൈജയ്ക്ക് അവിടെ മനസ്സിലായി. അങ്ങനെ വൈജ ഹോം നേഴ്സിനോട് പറയും ആ വാതിൽ അടയ്ക്കാനായിട്ട്. അന്നേരം അവര് പോയിട്ട് ഡോറൊക്കെ ക്ലോസ് ആക്കും. അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആകുമ്പോ ബെഡ്ഷീറ്റ് മാറ്റാനും മരുന്ന് കൊടുക്കാനായിട്ട് 2 നേഴ്സുമാരൊക്കെ വരും. അവരുടെ മുഖത്തേക്ക് പരിഹാസവും പുച്ഛഭാവമായിരിക്കും. വൈജയ്ക്കാണെങ്കിലോ അവരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നീട് കുറച്ചു സമയം കഴിയുമ്പോൾ ഡോക്ടർ വരുന്നുണ്ട്. എന്നിട്ട് വൈജയെ പരിശോധിച്ച ശേഷം ഡോക്ടർ പറയും, ഇന്നത്തെ പത്രവാർത്ത കണ്ടല്ലോ, നിങ്ങളുടെ മകനെല്ലാം ചേർന്നല്ലേ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. അപ്പൊ വൈജ അവിടെ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കും. കഷ്ടം, മക്കളെയൊക്കെ മര്യാദയ്ക്ക് വളർത്താത്ത കുഴപ്പാണ് എന്നൊക്കെ ഡോക്ടറുടെ പിറുപിറുക്കും. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവ് ഇവിടെയുണ്ട്, കാർഡിയോളജിയുടെ ഐസിയുലാണ്, ഇന്നലെ ഒരു മൈനർ അറ്റാക്ക് ഉണ്ടായെന്ന് പറഞ്ഞു. ഇത് കേട്ടതും വായിച്ചൊന്ന് ഞെട്ടും. ഡോക്ടറെ, ബാലേന്ദ്രൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് പോകും. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്നത് ഗോവർദ്ധനൻ ബാലേന്ദ്രനെ കാണാനായിട്ട് ഐസിയുലേക്ക് കയറും. ബാലേട്ടാ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ലടാ. ഇന്നത്തെ പത്രം നീ കണ്ടായിരുന്നോ? നീ പത്രം നിങ്ങ എടുക്ക്. അത് പിന്നെ അത് നോക്കണ്ട ബാലേട്ടാ, രോഹിത്തിന്റെ ഫോട്ടോയും വാർത്തയൊക്കെ ആദ്യത്തെ പേജിൽ തന്നെ ഉണ്ട്. ബാലേട്ടൻ ഇനി അത് നോക്കേണ്ട. അപ്പൊ ബാലേന്ദ്രൻ പറയും, ഞാൻ ഇനി എന്തിനാടാ ഒരു അച്ഛനായിട്ട് ജീവിക്കുന്നേ? ആളുകളെല്ലാം രക്ഷിതാക്കളെല്ലാം പറയുകയുള്ളൂ. അവന്റെ ഭാവി പോയില്ലേ? ഒരു കുടുംബം മൊത്തം അവൻ കാരണം തല കുനിക്കേണ്ടി വന്നില്ലേ? ഭവിതയ്ക്കോ കൃഷ്ണമോൾക്കോ ഇനി സ്കൂളിൽ പോകാൻ പറ്റുമോ? മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റുമോ? അവരും സമൂഹത്തിന് മുമ്പിൽ ഇനി തല കുനിച്ച് നടക്കേണ്ടേ? അപ്പൊ ഗോവർദ്ധനം പറയുന്നുണ്ട്, ബാലേട്ട ഇപ്പോൾ അതൊന്നും ചിന്തിക്കണ്ട. ഇനി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഞാൻ എന്തായാലും പുറത്തുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഗോവർദ്ധനൻ അവിടുന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് രാവിലത്തെ പത്രമൊക്കെ കാണുമ്പോ കൃഷ്ണമോളവിടെ പൊട്ടിക്കരയും. തന്റെ ഏട്ടൻ ഒരു പീഡന കേസിലെ പ്രതിയാണെന്ന് ഓർത്ത് അവൾ അവിടെ ഒരേ കരച്ചിലായിരിക്കും. അന്നേരം അങ്ങോട്ട് അലീന വരുന്നുണ്ട്. അവളെ എങ്ങനെ ആശ്വസിപ്പിക്കുന്ന പോലെ അറിയാതെ അലീന ആകെ നിസ്സഹായാണ്. അതുപോലെ ഒരു ഭാഗത്ത് ബാലേന്ദ്രന്റെയും വൈജയുടെയും കുടുംബക്കാരും സുഹൃത്തുക്കളൊക്കെ വിവരങ്ങൾ അറിയാനായിട്ട് ഇങ്ങനെ വിളിച്ചോണ്ട് നിൽക്കാണ്. അങ്ങനെ അലീന ഫോൺ എടുക്കുമ്പോ കുറെ പേരൊക്കെ തെറി വിളിക്കുകയും കുറച്ചു പേര് ഇതൊക്കെ സത്യാണോ, രോഹിത് ശരിക്കും കുറ്റവാളിയാണോ എന്നൊക്കെ ഫോണിലൂടെ ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, ബാലേന്ദ്ര സാറും വൈജ മാഡം ഇപ്പോൾ ഇവിടെ ഇല്ല, അവര് ഹോസ്പിറ്റലിലാണ്, ഞാൻ ഇവിടുത്തെ വീട്ടുജോലിക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് അലീനയുടെ ഫോൺ അങ്ങ് വെക്കും. പിന്നീട് പുറത്തുനിന്ന് ഒച്ചയും വിളിയൊക്കെ കേട്ട് അലീന പുറത്തു പോയി നോക്കുമ്പോ വീട്ടിന്റെ ഗേറ്റിന്റെ മുമ്പിൽ ആളുകളൊക്കെ കൂട്ടം കൂടി ഉച്ചത്തിൽ ചീത്ത വിളിക്കുന്നത് കാണും. അതൊക്കെ കേൾക്കുമ്പോ അലീനയുടെ നിറ കണ്ണുകളോടെ ഒന്നും പറയാതെ എല്ലാം കേട്ട് നിൽക്കാണ്. അന്നേരായിരിക്കും അലീന പത്രം കാണുന്നത്. അത് കാണുമ്പോ തന്നെ അലീന തനിയെ പറയും, എന്റെ അനിയന്റെ ജീവിതം നശിച്ചു, അവനൊരാൾ കാരണം ഈ കുടുംബത്തിന്റെ അടിത്തറ പോലും ഇല്ലാണ്ടായി. അച്ഛനും അമ്മയൊക്കെ ഇതെങ്ങനെ തരണം ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് അലീന അവിടെ നിൽക്കാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്നലെ മുതൽ കൃഷ്ണമോളാണെങ്കിലും ബബിതയാണെങ്കിലും ഒന്നും കഴിച്ചിട്ടുണ്ടാകില്ല. അപ്പോൾ അലീന ചായയും കടിയൊക്കെ റെഡിയാക്കി കൃഷ്ണമോളെ പോയി വിളിക്കും. അന്നേരം കൃഷ്ണമോളാകട്ടെ ഏങ്ങലടിച്ച് ഒരേ കരച്ചിലായിരിക്കും. അലീന ചെന്ന് അവളെ എഴുന്നേൽപ്പിച്ച് അവളുടെ കണ്ണൊക്കെ തുടച്ചു കൊടുക്കും. എന്നിട്ട് പറയും, മോളെ നീ കരയാതിരിക്കി, ചേച്ചി ചായ എടുത്ത് വെച്ചിട്ടുണ്ട്,
ഇന്നലെ മുതൽ മോളൊന്നും കഴിച്ചിട്ടില്ലല്ലോ, മോൾ എഴുന്നേറ്റ് വാ. വേണ്ട ചേച്ചി, എനിക്കൊന്നും വേണ്ട. ഇനി എന്തിനാ ചേച്ചി ഞങ്ങൾ ജീവിക്കുന്നേ, മരിച്ചു കളയാനാ തോന്നുന്നേ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയരുത് മോളെ, ഇതൊക്കെ നമ്മൾ തരണം ചെയ്യണം. അന്നേരം കൃഷ്ണമോള് പറയും, ഇനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും, ഞാൻ എങ്ങനെ ക്ലാസ്സിൽ പോകും ചേച്ചി. അതൊക്കെ പോകാൻ മോളെ, കുറച്ച് ദിവസം കഴിയട്ടെ. ഈ സമയത്ത് ഇങ്ങനെ കരഞ്ഞിരിക്കല്ല മോളെ, എന്തൊക്കെ വന്നാലും നമ്മൾ നേരിടും. മോളുടെ കൂടെ ഈ ചേച്ചിയുണ്ട്, മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അലീന അവിടെ കൃഷ്ണമോളെ എഴുന്നേൽപ്പിച്ച് അവൾക്ക് ചായയൊക്കെ കൊടുക്കാണ്. പിന്നീട് അലീന ബബിതയെ പോയി വിളിക്കും. അലീന അവിടെ ഒരുപാട് വിളിക്കുന്നുണ്ടേലും ബബിത വാതില് തുറക്കില്ല. അകത്ത് നിന്ന് ഫോണിലെ സംഭാഷണമൊക്കെ കേൾക്കുന്നുണ്ടാകും. അങ്ങനെ അലീന ഇങ്ങനെ വിളിച്ചോണ്ട് നിൽക്കുമ്പോ ബബിത അങ്ങ് ഡോറ് തുറന്നിട്ട് ചോദിക്കും, നിനക്ക് എന്താടി വേണ്ടത്? അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി ഇവളുടെ കണ്ണുമുഖൊക്കെ വല്ലാണ്ടായിട്ടുണ്ട്. കൃഷ്ണമോളെ പോലെ ഇവളും കരയായിരിക്കും. മോളെ നീ താഴത്തേക്ക് വാ, ഞാൻ ചായയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ടടി, എനിക്ക് വേണ്ടപ്പോ ഞാൻ വന്ന് കുടിച്ചോളാം. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോളിനി സങ്കടപ്പെട്ടിരിക്കേണ്ട, രോഹിത്തിനെ നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാം. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ഏത് അവസ്ഥയിലും എന്നൊക്കെ അലീന സ്നേഹത്തോടു കൂടി ബബിതയുടെ അടുത്ത് പറയുമ്പോ ബബിത പറയുന്നുണ്ട്, നീ ഇവിടെ ഉള്ളതാടി ഏറ്റവും വലിയ ശാപം. നീ ഇവിടെ എന്ന് വന്നോ അന്നു മുതൽ ഈ കുടുംബം തകർന്നു, ഇനിയെങ്കിലും ഇവിടുന്ന് ഇറങ്ങിപ്പോടി എന്നൊക്കെ പറഞ്ഞ് ബബിത ഉച്ചത്തിലങ്ങ് ഡോറൊക്കെ അടയ്ക്കാണ്. അന്നേരം അലീനയുടെ പൊട്ടി കരയുന്നുണ്ട്. അപ്പോൾ അലീനയുടെ ഫോണിലേക്ക് രേവതിക്കുട്ടി വിളിക്കും, ചേച്ചി എന്താ മോളെ? അപ്പൊ രേവതിക്കുട്ടി പറയും, രാവിലത്തെ പത്രവാർത്തയൊക്കെ ഞങ്ങൾ കണ്ടു ചേച്ചി. ചേച്ചി വിഷമിക്കണ്ട, ചേച്ചിയുടെ കൂടെ ഞാനുണ്ട്. ചേച്ചി ധൈര്യമായിട്ടിരിക്കേ. അപ്പോൾ അലീനയുടെ പൊട്ടിക്കരയും, ഞാൻ ഇനി എന്താ ചെയ്യാ മോളെ? എന്റെ അനുജന്റെ ജീവിതം നശിച്ചു പോയില്ലേ? ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ചേച്ചിയല്ലേ ഇപ്പോ അവിടെ എല്ലാരും സമാധാനിപ്പിക്കേണ്ടത്. അപ്പൊ ചേച്ചി ഇങ്ങനെ തകർന്നു പോയാലോ, അത് ശരിയാവില്ല. ചേച്ചിയുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരവിടെ കുറെ നേരം സംസാരിച്ച് നിൽക്കും. രേവതിക്കുട്ടിയോട് സംസാരിച്ച ശേഷം അലീനയ്ക്ക് അവിടെ കുറച്ച് ധൈര്യമൊക്കെ കിട്ടും. അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ഗോവർദ്ധനം വിളിക്കുന്നുണ്ട് അലീനയെ. എന്തായി അങ്കിളെ എന്ന് അലീന ഗോവർദ്ധനോട് ചോദിക്കുമ്പോ ഗോവർദ്ധനം പറയുന്നുണ്ട്, എന്താവാൻ മോളെ, അവന് ജാമ്യം കിട്ടിയില്ല, 15 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ഇനി അത് കഴിഞ്ഞിട്ട് നോക്കാന്നാണ് വക്കീല് പറഞ്ഞത്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അച്ഛനോട് ഇത് പറഞ്ഞോ? ആ പറഞ്ഞു, ബാലേട്ടനാകെ ടെൻഷനിലാണ്, ആളാകെ തകർന്നു പോയി. ഞാനൊരു വിധം സമാധാനിപ്പിച്ചിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ മോൾ ഇന്ന് ഇവിടെ വരെ വരണം. അന്നേരം അലീന പറയുന്നുണ്ട്, വരാ അങ്കിളെ എന്നൊക്കെ പറഞ്ഞ് അവരവിടെ ഫോണ് വെക്കും. പിന്നീട് മനു വരുന്നുണ്ട്. മനുവിനെ കാണുമ്പോ അലീന ചോദിക്കും, മനുവേട്ടൻ എപ്പോ വന്നു? ഞാൻ ഇന്ന് രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോ എത്തി. അപ്പോൾ അലീന ചോദിക്കും, മനുവേട്ടൻ അവരെ പോയി കണ്ടോ? ആ പോയിരുന്നു അലീന, പക്ഷെ അവരെ കാണാൻ പറ്റിയില്ല. കോടതിയിൽ ഹാജരാക്കാതെ ആരെയും കാണിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അലീന മനുവിനോട് പറയുന്നുണ്ട്, അകത്തേക്ക് വാ മനുവേട്ടാ എന്നൊക്കെ പറയുമ്പോ മനു അകത്തേക്ക് കയറിയിരിക്കും. എവിടെ അലീന, കൃഷ്ണമോളും ബബിതയൊക്കെ? അവര് റൂമിലുണ്ട് മനുവേട്ടാ, ഇന്നലെ മുതൽ റൂമിൽ തന്നെയാണ്. ഫുഡ് പോലും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പൊ മനു പറയുന്നുണ്ട്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ടിവിയും ഫോണൊന്നും ഓൺ ആക്കാൻ പോലും വയ്യ, ഫുൾ ഇതാണ് വാർത്ത. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, വീട്ടിലെ അവസ്ഥ എന്താ മനുവേട്ടാ? ഹോ, അതൊന്നും പറയാത്തതാണ് നല്ലത്, ഒരു മരണ വീട് പോലെയാണ്. അമ്മ ഒരേ കരച്ചിലാണ്, മുത്തശ്ശി ഏത് സമയം പ്രാർത്ഥനയും. പിന്നെ പുറത്തു പോലെ ഇറങ്ങാൻ വയ്യ, ആളുകൾ എന്റെ വണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞു. എന്ത് ചെയ്യണമെന്ന് പോലെ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് മനുവിന്റെ കണ്ണൊക്കെ നിറയും. അന്നേരം അലീന മനുവിനെ സമാധാനിപ്പിക്കാണ്. ഒന്നുമില്ല മനുവേട്ട, എല്ലാം ശരിയാകും. ഞങ്ങളെ കൂടി സമാധാനിപ്പിക്കേണ്ടതല്ല മനുവേട്ടൻ. അപ്പൊ മനുവേട്ടൻ ഇങ്ങനെ വിഷമിച്ചാലോ? എന്നാലും അലീന, അവർക്ക് എങ്ങനെ മനസ്സ് വന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നൊക്കെ നിറ കണ്ണുകളോട് കൂടി മനു ചോദിക്കുമ്പോ മനുവിന്റെ സങ്കടം കണ്ട് സഹിക്കാനാവാതെ അലീന ഓടിപ്പോയി ഉണുമുറിയിലെ കസാലയിൽ ഇരുന്ന് ടേബിളിൽ തല വെച്ച് ഒരേ കരച്ചിലായിരിക്കും. അങ്ങനെ കുറച്ചു സമയം കഴിയുമ്പോ മനു അലീനെ വിളിക്കും. മനുവിന്റെ വിളി കേട്ട് അലീന എഴുന്നേറ്റ് കണ്ണൊക്കെ തുടച്ചിട്ട് ചോദിക്കും, എന്താ മനുവേട്ടാ? അലീന, കഴിക്കാൻ എന്തേലും ഉണ്ടോ? ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. അന്നേരം അലീന പറയും, മനുവേട്ടൻ ഇരിക്കി, ഞാൻ വിളമ്പി തരാം എന്നൊക്കെ പറയുമ്പോ കൈയും മുഖമൊക്കെ കഴുകി മനു പറയും, ഞാൻ പിള്ളേരെ കൂടി വിളിച്ചിട്ട് വരാം, നീ അവർക്ക് കൂടി ഉള്ളത് എടുത്തു വെച്ചോ. ശരി മനുവേട്ടാ എന്നൊക്കെ പറഞ്ഞ് അലീന ഫുഡ് എടുത്തു വെക്കും. അപ്പൊ മനു പോയിട്ട് ആദ്യം കൃഷ്ണമോളെ വിളിക്കും, മോളെ നീ വന്നേ, ഫുഡ് കഴിക്കാം. എനിക്ക് വേണ്ട മനുവേട്ടാ, അതൊന്നും പറഞ്ഞാ പറ്റില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് മനു അവളെ പിടിച്ചു വലിച്ച് ഊണുമേശയിൽ കൊണ്ടിരുത്തും. അതുപോലെ ബബിതയും വിളിക്കുന്നുണ്ട്. ബബിത വേണ്ടെന്ന് പറയുമ്പോ ബബിതയുടെ ചെവിക്ക് പിടിച്ച് മനു ഊണുമേശയിൽ എത്തിക്കാണ്. എന്നിട്ട് രണ്ടുപേരെ കൊണ്ട് ഫുഡൊക്കെ കഴിപ്പിക്കാണ്. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോ മനു പറയും, ബബിതയോടാണ് പ്രത്യേകിച്ച് പറയുന്നത്, ഈ സമയത്ത് വാശി കാണിക്കരുത്, ഇപ്പോൾ എല്ലാരും ഒറ്റക്കെട്ടായിട്ട് വേണം നിൽക്കാൻ. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നാണക്കേട് ഉണ്ടായിട്ടും അലീന നിങ്ങളെ ഇട്ടേച്ച് പോയില്ലല്ലോ. അവള് നിങ്ങളുടെ കൂടെ നിന്നില്ലേ, അതുപോലെ നിങ്ങളും അവളുടെ കൂടെ നിൽക്കണം. അപ്പൊ കൃഷ്ണമോള് പറയും, ഞാൻ ചേച്ചിയുടെ കൂടെയാണ് മനുവേട്ടാ. ബബിത അപ്പൊ ഒന്നും പറയില്ല. ബബിതയുടെ മുഖത്ത് ഒരു പുച്ഛഭാവമായിരിക്കും. മനു അലീനെ കുറിച്ച് പറയുമ്പോ ബബിത അങ്ങ് നീറ്റുപോകും. അപ്പൊ കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചി നന്നാവില്ല മനുവേട്ടാ എന്നൊക്കെ പറയാണ്. അങ്ങനെ മനു പോകാൻ നേരം അലീനയോട് പറയും, നീ വേണവരെ നോക്കാനും അങ്കിളിന് ധൈര്യം കൊടുക്കാനും. നിന്റെ ഓരോ വാക്കുകളും അങ്കിളിന് ഒരു ആശ്വാസമാണ്. പിന്നെ എന്തൊക്കെ ഉണ്ടെങ്കിലും നീ എന്നെ വിളിക്കണം എന്നൊക്കെ മനു പറഞ്ഞിട്ട് പോവാണ്. എന്തായാലും നമ്മുടെ രോഹിത്തിനെ അലീനയാണ് പുറത്തു കൊണ്ടുവരിക. അടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.